നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മദ്രാസ് ഐഐടിയുടെ മുമ്പിലാണ്. ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് IITകളിൽ ഒന്നാണ് മദ്രാസ് IIT. ലോക രാജ്യങ്ങളിൽ തന്നെ മദ്രാസ് IITയുടെ സ്ഥാനം വളരെ ഉയർന്നതാണ്. ഇവിടുന്ന് പഠിച്ചവർ തന്നെ വിവിധ രാജ്യങ്ങളിൽ നല്ല സ്ഥാനം വഹിക്കുന്നുണ്ട്. നല്ല വ്യക്തികളെ വാർത്തെടുത്ത വിദ്യാലയത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്യാമ്പസ് ടൂർ നമുക്ക് നടത്താം. ഈ വിദ്യാലയത്തിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ. IIT മദ്രാസിൻ്റെ ഒരു ദൂരക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 630 ഏക്കർ ഭൂമിയിലാണ് IIT മദ്രാസ് നിലകൊള്ളുന്നത്. IIT മദ്രാസിലേക്ക് പ്രവേശിക്കാൻ അവിടുത്തെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പേരൻസിനും മുൻകൂട്ടി പെർമിഷൻ ലഭിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ മകളിവിടെ പഠിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രയാസം നേരിടാതെ തന്നെ എനിക്ക് ക്യാമ്പസിനകത്തേക്ക് കടക്കാൻ വേണ്ടി സാധിച്ചു. വളരെ മനോഹരമായ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഈ IIT മദ്രാസ് നിലകൊള്ളുന്നത്. ഇവിടെയും ചെക്കിങ്ങിന് എല്ലാ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ക്യാമ്പസിനകത്തേക്ക് ഓരോ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മെയിൻ ഗേറ്റ് കഴിഞ്ഞ് ഞങ്ങൾ എത്തിപ്പെടുന്നത് അതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ടുള്ള ഗജേന്ദ്ര സർക്കിളാണ്. IIT മദ്രാസിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ 1956 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ജർമ്മനിയിൽ സന്ദർശിക്കുമ്പോൾ ജർമ്മനിയിൽ നിന്നും ഒരു ഉടമ്പടി പ്രകാരമാണ് ഇങ്ങനെ ഒരു IIT സ്ഥാപിക്കാനുള്ള തുടക്കം കുറിക്കുന്നത്. എന്നാൽ 1959 ഈ സ്ഥാപനം തുടങ്ങിയതും 1961 ഇന്ത്യൻ പാർലമെൻറ്റ് ഈ IITയെ അംഗീകരിക്കുകയുണ്ടായി. ഇതിന് ശേഷം ഘട്ടം ഘട്ടമായി ഓരോ കൊല്ലവും ഇതിൻ്റെ വളർച്ചയുടെ പടവുകൾ തന്നെ ഈ സ്ഥാപനം ഉയരുകയും ലോക രാജ്യത്ത് IIT മദ്രാസ് ശ്രദ്ധേയമാവുകയും ഇന്ത്യയുടെ നമ്പർ 1 IIT ആയി IIT മദ്രാസ് വരികയുണ്ടായി. ഇപ്പോൾ ഞാനുള്ളത് IIT മദ്രാസിൻ്റെ മനോഹരമായൊരു സ്റ്റേഡിയത്തിലാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. മാത്രമല്ല ഇവിടെ ഇഷ്ടംപോലെ മാനുകളൊക്കെ ഗ്രൗണ്ടിലുണ്ട്. അതുപോലെ തന്നെ മോർണിംഗ് വാക്കിന് വന്ന അധ്യാപകരും സ്റ്റുഡൻസും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. IIT മദ്രാസിൻ്റെ ഗ്രൗണ്ടിലൂടെ ഒരു റൗണ്ട് ഓടുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തോടു കൂടി തന്നെ ഞാൻ ഈ ഓട്ടം തുടരുകയാണ്.
ക്യാമ്പസിനകത്ത് മനോഹരമായ ഓപ്പൺ സ്റ്റേജ് അല്ലെങ്കിൽ ഓപ്പൺ തിയേറ്റർ നമുക്ക് കാണാം. ഇവിടെ രാത്രി കാലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഡിസ്കഷൻ സ്റ്റഡിയും ഓപ്പൺ ക്ലാസ്സും സംഘടിപ്പിക്കാൻ അനുയോജ്യമായ ഒരു സൗകര്യമാണിത്. ക്യാമ്പസിനകത്ത് ഫ്രീ ബസ് സർവീസ് ഉണ്ടെങ്കിലും വിദ്യാർത്ഥികൾ സ്വന്തം സൈക്കിളിലാണ് കൂടുതൽ പേരും യാത്ര ചെയ്യുന്നത്. ഇന്ത്യക്ക് പുറത്തും ഉള്ള രാജ്യങ്ങൾക്കൊക്കെ ആവശ്യമായ പ്രതിഭകളെ കണ്ടെത്തുന്നതിൽ ഇവിടെ മികവാർന്ന നേട്ടങ്ങൾ ഇതുവരെ കൈവരിച്ചിട്ടുണ്ട്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ്, മാത്തമാറ്റിക്സ്, അപ്ലൈഡ് സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഓഷൻ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, ഡാറ്റ സയൻസ് ആൻഡ് അപ്ലൈഡ് ഇൻ്റലിജൻസ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, മെഡിക്കൽ സയൻസ് തുടങ്ങിയ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. IIT മദ്രാസിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളെടുത്ത് പാസ്സായതിനു ശേഷം NIT അഡ്മിഷൻ ലഭിക്കുന്നതിന് നടത്തുന്ന ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമായ GMain പാസ്സായതിനു ശേഷം ക്വാളിഫൈ ചെയ്തതിനു ശേഷം രണ്ടാമത് അഡ്വാൻസ് എക്സാമിൽ ഏതാണ്ട് 1500 റാങ്കിൻ്റെ താഴെ വരുന്ന കുട്ടികൾക്കാണ് അഡ്മിഷൻ IIT മദ്രാസ് ഒരുക്കുന്നത്. IIT മദ്രാസിൻ്റെ ക്യാമ്പസ് കാഴ്ചകൾ നിങ്ങളിൽ എത്തിച്ച ശേഷം ഞാൻ ക്യാമ്പസിൽ നിന്നും മടങ്ങുകയാണ്. ഈ കാഴ്ച ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.